ഹസ്ബൻഡ് ഗൾഫിലാ. ഹസ്ബൻഡ് ഗൾഫിലാകുമ്പോ ഡ്രൈക്ക് മേടിച്ചിവിടെ വിലസാളുള്ള പരിപാടിയാണല്ലേ. സിഗ്നലൊക്കെ അറിയാവോ? പിന്നെ മായൊക്കെ അറിയാവുന്ന 2-3 സിഗ്നൽ ഒന്ന് കാണിച്ചോ. കാണിക്കട്ടെ. വേറെ ഏട്ടാ ഏട്ടാ, ഞാൻ കുളിമുറിയില്ല, ഒന്ന് സോപ്പ് തേച്ച് തിരുമ്പി തരുമോ പ്ലീസ്? ഇതാ ഞാൻ എത്തിയല്ലോ. നിങ്ങളെ ഇതൊക്കെ നന്നായി സോപ്പ് തേച്ച് കഴുകിയിട്. എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിന് ഒരു വാക്കൊക്കെ തെറ്റും. ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. അജുണ്ടാക്കി ആരും കൂട്ടില്ല, അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിടക്കപ്പോ. മുത്തേ, ഇപ്പൊ എനിക്ക് സംസാരിക്കണം, ഞാൻ വിളിച്ചോട്ടെ? വേണ്ട, അമ്മ ഇന്ന് എന്റെ കൂടെ കിടക്കുന്നേ. ബൈ. എന്നാ ശരി, ഓക്കെ ബൈ, നാളെ കാണാട്ടോ. ഓഹോ, അപ്പൊ ഞാൻ ബായ് പറയാൻ നോക്കി ഇരിക്കുവായിരുന്നു അല്ലേ? ഷടാ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്താ തനിക്കൊന്നും പറയാനില്ലേ? എന്താണോ മിണ്ടാണ് നിൽക്കുന്നത്? സാർ ഐ ലവ് യു. ഇനി എന്നെ വഴക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് യു മാത്രമായിരിക്കില്ല, കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മയും കൂടെ അങ്ങ് തരും. അല്ല പിന്നെ ഡോർ അടച്ചേക്കും. ഇട്ടിന്ന് ഇറങ്ങിട്ട് അടച്ചാ പോരെ? ഞാൻ ഇറങ്ങിയല്ലോ. കുറച്ചുകൂടെ കൂടെ നീങ്ങി ഇറങ്ങിക്കൂടെ? എന്തിനാ? ഇട്ടം പോകുന്ന എനിക്ക് നോയിക്കൊണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇട്ടം പോകുമ്പോ എനിക്ക് കൈ കാണിക്കണം. ശരി, അകത്തേ കയറ്. ഇനി കൈ കാണിക്കേ. ടൂറുണ്ട് ഡൽഹിക്കാ. പൈസ അതിനെനിക്ക് ഹിന്ദി അറിയോ? ആരെ പറഞ്ഞിക്ക് ഹിന്ദി അറിയില്ല? നന്നായി അറിയണ്ടി. ഇന്ന് ഞാനൊരു ഹിന്ദി വാക്ക് പറയട്ടെ. തുമാരാ നാം ക്യാ ഹേ? കുമാരൻ എന്റെ കൂട്ടുകാരൻ. നീ എവിടെ പോന്നു? അപ്പൊ ആലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിനും. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോന്നില്ലേ? ചേച്ചി, കാല് കുട്ടണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കളവാ. പടച്ചോനെ, കാണാനൊരു ബർക്കത്തുള്ളതിനെ കാണണേ. ഒരു ബർക്കത്തും ഒരു മൊഞ്ചുള്ള ജീവനൊക്കെ തരണേ. കണ്ണുറക്കാൻ പോട്ടാ, ചതിക്കട്ടെ. ബെസ്റ്റ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ മോളൂസേ? അച്ഛനും അമ്മ എന്തി പുറത്തു പോയോ? വാതിലൊക്കെ നന്നായിട്ട് അടച്ചോ? അപ്പൊ ഇനി എങ്ങനെ കാര്യങ്ങളൊക്കെ? അയ്യ, 5 വെച്ചിട്ട് അവിടെ ആശ കിടന്നില്ല. പോയി ചായ എടുത്തോണ്ടോടി.